2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ അധികാരം തിരികെ പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. അതിനാൽ തന്നെ കയ്യിലുള്ള 42 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുവാനും ഇടതുമുന്നണിയിൽ നിന്ന് 50-ലധികം സീറ്റുകൾ പിടിച്ചെടുക്കുവാനും വ്യക്തമായ പദ്ധതി ഒരുക്കിയിട്ടാണ് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ പാലക്കാട് സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏത് വിരുദ്ധ സാഹചര്യത്തിലും ഉറപ്പായി വിജയിക്കുമെന്ന് കോൺഗ്രസ് കരുതിക്കൂട്ടിയിരുന്ന ആദ്യ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് സീറ്റ്. കാരണം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിച്ച് വടകരയുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ സാധ്യതകളുണ്ടെന്നാണ് വിലയിരുത്തിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും ബുദ്ധിജീവികളുടെയും കണക്കുകൂട്ടലുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് 18,500 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഈ മണ്ഡലത്തിൽ നിന്ന് പത്തനംതിട്ട ജില്ലക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഷാഫിയുടെ വിശ്വസ്തനായ വലങ്കയ്യുമായിരുന്ന രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത്. അതിനാൽ തന്നെ പാലക്കാട് സീറ്റ് രാഹുൽ നിലനിർത്തുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് വൃത്തങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളും അനുനിമിഷം വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന അദ്ദേഹത്തിനെതിരെയുള്ള സ്ഫോടനാത്മകമായ തെളിവുകളും ഈ സാഹചര്യങ്ങളെ അമ്പാടെ അട്ടിമറിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ MLA പദവിയിൽ നിന്നുള്ള രാജിക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾ മുറവിളി ഉയർത്തുന്നത്. രാഹുൽ MLA പദവി രാജിവെച്ചില്ല എങ്കിൽ കൂടിയും 2026 അദ്ദേഹത്തിന് പാലക്കാട് നിന്ന് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ അത് ആത്മഹത്യാപരമായ ഒരു നീക്കമായിരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തന്നെ പൊതുവികാരം. അതിനാൽ രാഹുലിന് പകരക്കാരനായ ആര് പാലക്കാട് മണ്ഡലം നിലനിർത്തുവാൻ അവതരിക്കണം എന്ന കാര്യത്തിലും കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ട്. സിറ്റിംഗ് MLA ആയിരുന്ന ഇപ്പോൾ വടകരയുടെ MP ആയ ഷാഫിയെ തന്നെ മണ്ഡലത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുയർത്തുമ്പോൾ ഷാഫി ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് മറ്റൊരുപാട് മണ്ഡലങ്ങളിൽ അതിൻ്റെതായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കാരണം രാഹുലിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചിരുന്നത് ഷാഫിയാണ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പോലും പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. രാഹുലിനെ കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള പരാതികൾ നിരവധി വട്ടം ഷാഫിയുടെ മുന്നിൽ എത്തിയിരുന്നെങ്കിലും അദ്ദേഹം എല്ലാം ഒതുക്കി തീർക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് എന്ന ആരോപണവും ഷാഫിക്ക് നേരെ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എല്ലാ കാലത്തും ആത്മവിശ്വാസത്തോടെ ജനങ്ങളെയും മാധ്യമങ്ങളെയും അഭിമുഖീകരിച്ചിരുന്ന ഷാഫി പറമ്പിൽ ഡൽഹിയിലെ ഫ്ളാറ്റിൽ ഇന്നലെ ഒറ്റയ്ക്ക് മുറി അടച്ചിട്ടിരുന്ന് മാധ്യമ വിലക്കേർപ്പെടുത്തിയത്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടുവാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഒരു പ്രതികരണവും നൽകുവാൻ തയ്യാറായില്ല. എന്നു മാത്രമല്ല, ഇന്നലെ മാധ്യമ ക്യാമറകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി സംഘടിപ്പിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുവാൻ എന്ന വ്യാജേന നാട് വിട്ടത്. ഇന്നലെ പാർലമെന്റ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ഷാഫിയും സംശയനിഴലിലാകുന്ന സാഹചര്യത്തിൽ പാലക്കാട് സീറ്റ് നിലനിർത്തുവാൻ ആരെ ഇറക്കണം എന്നതാണ് കോൺഗ്രസിനുള്ളിലെ സംശയം. പാലക്കാടിനെ സംബന്ധിച്ച് BJPക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അതിനാൽ തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ സിറ്റിംഗ് സീറ്റായ പാലക്കാട് 2026 നിലനിർത്തുവാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പേര് മാത്രമേ മുന്നോട്ട് വെക്കുവാൻ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഷാഫിക്കപ്പുറം മറ്റൊരു MP-യെ തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. പാലക്കാടിന്റെ സ്വന്തം MP-യായ VK ശ്രീകണ്ഠനാണ് ഈ നേതാവ്. VK ശ്രീകണ്ഠനെ സംബന്ധിച്ച് പറയുമ്പോൾ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പോലും അവിടെ വലിയ വിജയപ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മന്ത്രിയായ അന്ന് പാലക്കാടിന്റെ MP ആയിരുന്ന MP രാജേഷിനെ കരുത്തുറ്റ പോരാട്ടത്തിനൊടുവിലാണ് VK ശ്രീകണ്ഠൻ പരാജയപ്പെടുത്തിയതും ലോക്സഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും തൻ്റെ ജനകീയത കൊണ്ടും ജനപക്ഷ നിലപാടുകൾ കൊണ്ടും പാർലമെന്റിലെ മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ഒരു മികച്ച നേതാവെന്ന പ്രതിച്ഛായ അദ്ദേഹം കൈവരിച്ചു. അതിൻ്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സീനിയർ നേതാവായ A വിജയരാഘവനെ ദയനീയമായി പരാജയപ്പെടുത്തി 2024 മണ്ഡലം നിലനിർത്തുവാൻ ശ്രീകണ്ഠന് സാധിച്ചിട്ടുള്ളത്. ശ്രീകണ്ഠന്റെ സംഘടനാ വൈഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു YS രാജശേഖര റെഡ്ഡി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിന്റെ വക്താവാണ്. ആന്ധ്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന YSR അന്തരിച്ച നേതാവ് ആന്ധ്ര പിടിച്ചെടുക്കുന്നതിന് മുന്നോടിയായി ആയിരക്കണക്കിന് കിലോമീറ്റർ നീളുന്ന പദയാത്ര സംഘടിപ്പിച്ചിരുന്നു.
ആ പദയാത്രയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഉടനീളം പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് വി കെ ശ്രീകണ്ഠൻ. പിന്നീട് പാലക്കാടിൻ്റെ DCC അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഇതേ ശൈലി തന്നെയാണ് മണ്ഡലത്തിലും അദ്ദേഹം പ്രയോഗിച്ചത്. DCC അധ്യക്ഷൻ പാലക്കാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പദയാത്രയായി എത്തിയതോടുകൂടി ദുർബലമായിരുന്ന സംഘടനാ സംവിധാനം പാലക്കാട് ജില്ലയിൽ അതിശക്തമായി പരിണമിക്കുകയായിരുന്നു. ഈ സംഘടനാ സംവിധാനത്തിൻ്റെയും ജനകീയതയുടെയും ആനുകൂല്യത്തിൽ തന്നെയാണ് 2019 MP രാജേഷിനെ മലർത്തിയടിച്ച് പാർലമെന്റിലെത്തുവാൻ ശ്രീകണ്ഠന് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയായി വന്നാൽ പാലക്കാട് മണ്ഡലം എത്രയെല്ലാം വിവാദങ്ങൾ ഉയർന്നാലും അനായാസേന നിലനിർത്താമെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഏറ്റവും വലിയ തിരിച്ചടിയും വെല്ലുവിളിയുമാകുന്നത് ഷാഫി പറമ്പിലിന് തന്നെയാണ്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൈവെള്ളയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. എന്നാൽ ശ്രീകണ്ഠൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഷാഫിക്ക് ഈ ജില്ലയിലെ അപ്രമാദിത്വം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീകണ്ഠന്റെ സീനിയോറിറ്റി കൂടി കണക്കിലെടുക്കുമ്പോൾ 2026 അദ്ദേഹം MLA ആകുകയും UDF ഭരണം നേടുകയും ചെയ്താൽ പാലക്കാട് ജില്ലയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളും വലുതാണ്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റൊരു മന്ത്രി ഉണ്ടായാൽ ഷാഫിയെ സംബന്ധിച്ച് സ്വന്തം തട്ടകമായ പാലക്കാട് എന്നേക്കുമായി കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇനി താനിപ്പോൾ പ്രതിനിധീകരിക്കുന്ന വടകരയുടെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റ് കേന്ദ്രീകരിക്കുകയും ആ ജില്ലയിൽ ഒന്നിൽ നിന്ന് തുടങ്ങുകയും ചെയ്തെങ്കിൽ മാത്രമേ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവിന് ഷാഫിക്ക് കൈക്കരുത്തുണ്ടാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള എല്ലാ തിരിച്ചടികളും ഷാഫിക്ക് ഉണ്ടാകുവാനുള്ള കാരണം രാഹുലിനോടുള്ള അദ്ദേഹത്തിന്റെ അമിത വാത്സല്യവും രാഹുലിന് അവസരങ്ങൾ നേടിക്കൊടുക്കുവാൻ ഷാഫി കാണിച്ചിട്ടുള്ള അമിത വ്യഗ്രതയും തന്നെയാണ്. കോഴിക്കോട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഒരു തീരുമാനമെടുത്താലും കോൺഗ്രസിനുള്ളിൽ അവിടെയും ഷാഫിക്ക് ശക്തമായ എതിരാളികളെ നേരിടുവാനുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ സിറ്റിംഗ് MP ആയ MK രാഘവന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ A വിഭാഗം ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. അതിനാൽ തന്നെ അവരെ രാഘവന്റെ പാളയത്തിൽ നിന്ന് അടർത്തിയെടുക്കുക എന്നത് ഷാഫിയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഷാഫി പറമ്പിലിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവിന് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നിട്ടുള്ള ഈ വിവാദം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാഹുലിനെ പോലെ തന്നെ രാഷ്ട്രീയ നഷ്ടങ്ങൾ ഷാഫിയെയും കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2026 പാലക്കാടൻ മണ്ണിൽ നിന്ന് കോൺഗ്രസിന് വിജയിച്ചു കയറുവാൻ കഴിയുമോ? വി കെ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഷാഫി പറമ്പിൽ പാർട്ടിയുടെ ഈ തീരുമാനത്തെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ചിന്തകളെല്ലാം പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.